சின்ன ஆசை உள்ள திக்கி திக்கி பேசு. ചേച്ചി എന്തോന്നാ നോക്കുന്നേ? മിണ്ടായി കൊച്ചേ. കേശുവേ, കേശു വന്നേ. നോക്കിയേ. അയ്യോ ചേട്ടാ, അമ്മ അമ്മ എന്താടാ വാമാ എന്ത് നോക്കി. എന്താണ്? ദൈവമേ, വിഷ്ണു ആ ബാലു ബാലേ അച്ഛൻ്റെ അടുത്ത് പറയണ്ട. അതച്ഛാ ചേട്ടാ വരൂ വഴക്കുറല്ലേട്ടാ. എന്താ എന്തമ്മാ? സത്യം പറയല് ഞാൻ തീർത്തള തന്നെയാണ്. എന്ത് നീ രാത്രി എവിടാ പോയത്? ഞാൻ പറഞ്ഞല്ലോ രാത്രി ലേറ്റ് ആയിട്ട് വരണോണ്ടാണെന്ന്. മോനെടാ, നീ ഉള്ള കാര്യം പറ, മറച്ചു വെക്കണ്ട, സത്യം പറ. അമ്മ എന്തിനമ്മക്ക് അറിയണത്? ഒന്നുമില്ല, നീ കാര്യം പറ, എന്താ സംഭവിച്ചെന്ന് പറ. ചേട്ടാ ചേട്ടാ മറ്റേ ഡെലിവറി ബോയായിട്ട് ഞാൻ ഡെലിവറി ബോയായിട്ട് പോയി. രാത്രി 8 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് ഞാൻ ഫുഡ് ഡെലിവറി ആണ്. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയിട്ട് പറഞ്ഞത്. എന്തിനാടാ നീ രാത്രിയും പകലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അത് പിന്നെ ഈ വീട്ടിലെ വാടക ചെലവും പിന്നെ ഈ പിള്ളേരെ പഠിത്തവും അമ്മയും അച്ഛനും കൂടി എല്ലാം കൂടി കഷ്ടപ്പെട്ട് ഓടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് കാരണം ഞാൻ പാർട്ട് ടൈം ജോബ് എടുത്തത് തന്നെ രാത്രി 8 മണി തൊട്ട് 12 മണി വരെ. പിന്നെ എൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന നക്ക വെച്ച് ആ സാലറി വെച്ചൊന്നും ഒന്നും തികയില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് വീട്ടിന് വല്ല ഉപകാരം എക്സ്ട്രാ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചോണ്ടാ ഞാൻ പോയത്. എടാ റിസ്ക് എടുക്കണമെങ്കിലേ ആണത്തെ വേണോടാ, അല്ല കണ്ടവന്റെ അടി കൊണ്ട് വീട്ടിൽ വന്ന് കയറേണ്ടല്ലടാ. ബാലു എന്താണ് ഞാൻ ആ പോലീസ് ഉള്ളത് തന്നെ നാട്ടുകാർ മൊത്തം അറിഞ്ഞാ ബാലേന്ദ്രൻ കണ്ടവന്റെ അടി കൊണ്ട് വീട്ടിൽ വന്ന് കയറിയത്. അതെങ്ങനെ? അത് ചേട്ടാ ആ CCTV വിഷ്വൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നായിരുന്നു. CCTV വിഷ്വൽസാ? നീ കണ്ടാ? ഞങ്ങൾ എല്ലാരും കണ്ടു. എവിടെ? എന്ത് ആണ് കാണാ? ഇതിപ്പോ ഓഫീസിലൊക്കെ അറിയുമല്ലോ അമ്മ, ആ നാണക്കേടാവല്ലോ. എടാ അവൻ നിന്നെ തല്ലി നിന്റെ കൈ കളപ്പടാ മാങ്ങാൻ പോയാ എന്റെ നെഞ്ച് പൊളിയാണ്. എടാ നിന്റെ അടുത്ത് എത്ര വർഷം രാത്രി അടുത്ത് പോരുന്നത്? ബാലു സമാധാനപ്പെട്, എന്നിട്ട് ജോലിക്ക് പോയല്ലേ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ ഒരു കമ്പനിയിൽ കസ്റ്റമറിനെ പോയി ഇടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യില്ല, അത് അവർക്ക് അപമാനമല്ലേ? മിണ്ടാതിരിക്കും. എടാ ഞാൻ നിന്നെ തള്ളയടാ, നിന്നെ പ്രസവിച്ചതാ ഞാൻ. സ്വന്തം മോമാലടുത്ത് പോയി തല്ലി കൊണ്ടോട്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അത് കണ്ണ് സഹിക്കാനൊന്നും ഒരു തള്ളക്കും പറ്റില്ലടാ. കരയല്ലമ്മ, ഞാൻ അങ്ങനെ പോട്ടെ പോട്ടെ അമ്മ കരയമ്മ. ആ പോയത് പോട്ടു. ഡാ നിന്റെ ഫിനാൻസ് കമ്പനി മാത്രം ജോലിക്കാൻ മതി, ഇമാര് പരിപാടിക്കൊന്നും പോണ്ട കേട്ടാ. ശരി. ആ അറിയല്ലേ നീര് പോട്ട് വിട്, അതങ്ങനെ പോയി പോട്ടെ, അതിനെ പറ്റി ആലോചിക്കണ്ട. പോ കരയല്ലമ്മ. പറഞ്ഞോടായിരുന്നടാ നിനക്ക്. അങ്ങനെയല്ല, അത് നമുക്ക് വിഷമാവുന്ന എനിക്കറിയാം. ഇങ്ങനെ ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാണ്ടിരുന്നു. അമ്മ കരയല്ലേ? പോട്ടെ അമ്മ കരച്ചിൽ നിർത്തുമ്മ. തീർന്നില്ലടാ പോട്ടെന്ന് പറഞ്ഞ വിടച്ചാ. ആ വിട്ടു പോ അല്ലേ പറഞ്ഞ ഇവിടെ പിന്നെ തോന്നുന്നു.